8 കാര്യങ്ങൾ. ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന വിശ്വാസപ്രമാണത്തിൻ്റെ ഏറ്റവും ഉച്ചകോടി അനുഭവം ലഭിക്കേണ്ടതായ വിശ്വാസത്തിൻ്റെ ഉച്ചകോടി അനുഭവമാണത്. അതിന് 8 കാര്യങ്ങൾ സംശയം എന്നെ മനസ്സിലാക്കുമ്പോഴാണ്. എന്താണ് ആദ്യത്തേത്? ശരീരത്തിൻ്റെ ഉയർപ്പ് എന്നാൽ എന്താകുന്നു. 2 മരണം. 3 തനത് വിധി. 4 സ്വർഗം. 5 ശുദ്ധീകരണ സ്ഥലം. 6 നരകം. 7 അന്ത്യവിധി. 8 പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ ജെറൂസലേം. ഓക്കെ, ഇപ്പം കുറേയൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് പല പ്രാവശ്യമായിട്ടെങ്കിലും ഇതിൻ്റെ ഭാഗമായിട്ട് പറയണം. എന്താണ് ഉയർപ്പ്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കി, അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുന്ന കർത്താവ് തന്നെ ഇപ്പോൾ വന്നിരിക്കുന്നു. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ശ്രദ്ധിക്കണേ, നിങ്ങളിപ്പോൾ ഒട്ടും സംസാരിക്കരുത്. നിങ്ങൾ എഴുതാൻ തിരക്ക് പിടിക്കണമെന്നില്ല, എന്നാൽ എഴുതണം നല്ലതാണ്. ഇതിൻ്റെ CD നിങ്ങൾക്ക് കിട്ടും. ഇതിനു മുമ്പുള്ള ധ്യാനത്തിൻ്റെ CD കിട്ടും. പാലായിലെ ധ്യാനം, കാരണം ഈ ധ്യാനത്തിൻ്റെ CD അവസാനമാകുമ്പോഴേക്കും തയ്യാറാകുമ്പോൾ ചില സമയത്ത് അത് ഫെയിലാകാറുണ്ട്, അത് ഉണ്ടാക്കാൻ പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ ധ്യാനം 6 ദിവസത്തെ ധ്യാനമായിരുന്നു പാലായിൽ വെച്ച് നടത്തിയത്. നല്ല ഒരു വളർച്ചാ ധ്യാനമായിരുന്നു. അതിൻ്റെ CD നിശ്ചയമായി എല്ലാവരും വാങ്ങുക. ചെറിയ വില ഉണ്ടാവുള്ളൂ, വല്ല 20-30 രൂപ ഉണ്ടാവും, ഇത്രയെന്നറിയില്ല. ഇനി അത് വരാൻ പൈസ കൊണ്ടുവരാത്തവർക്കും വാങ്ങാവുന്നതാണ്. സങ്കീർത്തനങ്ങളെല്ലാത്തിൻ്റെയും CD ഉണ്ട്, അതും വാങ്ങി സങ്കീർത്തനം തുടർച്ചയായിട്ട് കേൾക്കുക. ഈ ധ്യാനത്തിൻ്റെ CD ഇത് കഴിയുന്ന സമയത്ത് ഉണ്ടാക്കാൻ ഞങ്ങളെല്ലാം പരിപാടി ചെയ്യുന്നുണ്ട്. അതുണ്ടായാൽ ഭാഗ്യം. ചില സമയത്ത് അത് അവസാനം ഞാൻ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും തെറ്റുപറ്റി CD റൈറ്റ് ആയില്ല, അങ്ങനെ പോകും. അതുകൂടാണ്ട് ഈ ധ്യാനങ്ങളെല്ലാം തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അന്നൊന്ന് ആദ്യത്തെ ദിവസത്തെ നമ്മുടെ ടോക്കുകളൊക്കെ യൂട്യൂബിലുണ്ട്. ഇത് യൂട്യൂബിൽ കാണേണ്ടത്, യൂട്യൂബിൽ ചെന്നിട്ട് തോമസ് പോൾ കൊടിയന്ന് അടിക്കണം. തോമസ് പോൾ കുടിയൻ ഓർത്താൽ മതി. കൊടിയൻ, KODIYAN, തോമസ് ഗ്യാപ്പ് സ്പേസ് പോൾ സ്പേസ് കൊടിയൻ, KODIYAN. അങ്ങനെ കൊടിയന്ന് അടിച്ചു കഴിഞ്ഞാൽ കുറേ വീഡിയോസ് കാണും. അതിൽ പോകരുത്. 10,000-ലധികം വീഡിയോസ് നമ്മളുടെ ധ്യാനത്തിൻ്റെ യൂട്യൂബിലുണ്ട്. ഈ പേജിൽ കയറിയാൽ വീഡിയോയിൽ പോകരുത്. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ എൻ്റെ ഒരു പാസ്പോർട്ട് സൈസ് പടവും ആയിട്ട് ചാനൽ എഴുതിയിട്ടുണ്ടാവും. ചാനൽ ആ ചാനലിൽ പോകുക. അത് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, പൈസ ഒന്നും കൊടുക്കണ്ട. സബ്സ്ക്രൈബ് എന്നുള്ളടത്ത് ബട്ടൺ അടിച്ചാൽ കുത്തിയാൽ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ അത് നിങ്ങളും ആ ചാനലുമായിട്ട് കണക്റ്റ് ആവും. ചാനലിൽ പോയി കഴിയുമ്പോൾ വേറൊരു പേജ് വരും. ആ പേജിലും ഒരുപാട് വീഡിയോ കാണും, പോകരുത് അതിനകത്ത്. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ പ്ലേ ലിസ്റ്റ് എന്ന് എഴുതി കാണും. പ്ലേലിസ്റ്റ്. ആ പ്ലേ ലിസ്റ്റിൽ കുത്തുമ്പോൾ പിന്നെ വരുന്ന പേജിൽ എല്ലാ ധ്യാനങ്ങളും ഒന്നൊന്നായിട്ട് കാണാം. ഇപ്പോൾ അതിലാദ്യം കാണാൻ പോകുന്നത് കണ്ണൂർ സോൺ ഗ്രോത്ത് റിട്രീറ്റ് എന്ന് പറഞ്ഞിട്ടാണ്. കണ്ണൂർ സോൺ, കണ്ണൂർ KANNUR എന്നാണ് കണ്ണൂരിൻ്റെ സ്പെല്ലിംഗ് ഇട്ടേക്കണം. ശരിയാണോ? ഓക്കെ. കണ്ണൂർ സോൺ ഗ്രോത്ത് റിട്രീറ്റ് ബൈ ബ്രദർ തോമസ് പോൾ. അതിൽ നോക്കുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ 1, 2, 3 ഇന്ന് ഈ ധ്യാനത്തിൻ്റെ മുഴുവൻ കൃത്യമായിട്ട് വൺ ആഫ്റ്റർ അനദർ അത് പ്ലേ ചെയ്യും. മറ്റുള്ളടത്ത് പോയാൽ ഒന്ന് കഴിഞ്ഞാൽ പിന്നെ വേറെ വല്ല ധ്യാനമായിരിക്കും വരിക. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയാണ് ഇത് കാണേണ്ടത്. നമ്മൾ ഈ ടെക്നിക്സ് എല്ലാം ഇന്ന് ഫോണിലൂടെ ഒക്കെ ഉപയോഗിച്ച് കാണാവുന്നതാണ്. നിങ്ങളുടെ ബന്ധുക്കൾ, പുറം രാജ്യങ്ങളിലുള്ളവർക്കോ മറ്റുള്ളവർക്കെല്ലാം ഇതിൻ്റെ വിവരം അറിയിച്ചു കൊടുത്താൽ അവർക്ക് അവിടെ ഇരുന്ന് ഇത് കാണാം. ഒരുപാട് പേര് ഇപ്പം തന്നെ നമ്മുടെ ആദ്യത്തെ ദിവസത്തെ ധ്യാനത്തിൻ്റെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യൂട്യൂബിൽ കാണാം, CD കേൾക്കാം. ഈ CD നിങ്ങൾ വാങ്ങുന്നവർക്ക് കൂടുതൽ വാങ്ങിയിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റ് ശുശ്രൂഷകളിലുള്ളവർക്കും
അച്ഛന്മാർക്കൊന്നും ഇതേമാതിരി ഇത്രയും ദിവസമൊന്നും ഒന്ന് ധ്യാനം കൂടാൻ പറ്റുന്നവരില്ല. അതുപോലെ തന്നെ സിസ്റ്റേഴ്സിനും. അപ്പോൾ അവർക്കൊക്കെ നിങ്ങൾക്ക് ഒരു സമ്മാനമായിട്ട് കൊടുക്കാവുന്നതുമാണ്. പ്രൈസ് ദ ലോർഡ്. അപ്പം നമുക്ക് ഉയർപ്പിലേക്ക് പോകാം. ഭക്ഷണത്തിൻ്റെ സമയമായോ? ആയിട്ടില്ല. അന്ന് ഉയർക്കാം. അപ്പോൾ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഒന്ന് കൈവീശി കാണിച്ച്, കൈവീശി യേശുവേ സ്തോത്രം. യേശു വളരെ പ്രധാനമായിട്ടൊരു അറിവ്, നമ്മൾ സാധാരണ ആരും ചിന്തിക്കാത്തൊരു കാര്യമാണ്. അന്ത്യദിനത്തിലുള്ള ഉയർപ്പിൻ്റെ ഒരു മുൻ ആസ്വാദനം ഇവിടെ വെച്ച് തന്നെ മാമോദീസായിലും സ്ഥൈര്യലേപനത്തിലും വിശുദ്ധ കുർബാനയിലും നമ്മൾക്ക് ലഭിക്കുന്നുണ്ട് എന്നതാണ്. നമ്മളിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിലെ പരിശുദ്ധാത്മാവല്ല, യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷമുള്ള പരിശുദ്ധാത്മാവ്. ഇതിൽ വ്യത്യാസമുണ്ട്. ഒരുപക്ഷെ പരിശുദ്ധാത്മാവ് ഒന്ന് തന്നെയാണ്, ശരിയാണ്. പക്ഷേ ആ ഒരേ പരിശുദ്ധാത്മാവ് തന്നെ രക്ഷാകര പദ്ധതിയുടെ യോഗ്യത ഉൾപ്പെടുത്തി നമുക്ക് തരുന്നു. യേശുവിൻ്റെ പീഡാസഹനവും മരണവും ഉയർപ്പിലൂടെയാണ് രക്ഷാകര പദ്ധതി പൂർണ്ണമായിട്ട് പൂർത്തിയാവുന്നത്. അത് പൂർത്തിയായി കഴിഞ്ഞിട്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് മരിച്ച് അടക്കപ്പെട്ട് നമുക്ക് പുതുജീവൻ നൽകാൻ ഉയർക്കപ്പെട്ടു. ആ പരിഹാരം പാപമോചനവും അതോടൊപ്പം പുതുജീവനും രണ്ടും ഈ പരിശുദ്ധാത്മാവിൽ നമുക്ക് ലഭിക്കുന്നു. അത് ലഭിക്കുന്നത് വിശ്വസിക്കുന്നതിലൂടെയാണെന്നും വിശ്വസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് യേശു ആ ഉയർത്തത് കൊണ്ടാണ്. അപ്പൊ അതാണ് ഫരിസേയരും നിയമജ്ഞരും അന്ന് അത് അന്ത്യദിനത്തിൽ ഉയർക്കുമെന്നവർക്ക് വിശ്വാസമായിരുന്നു. പക്ഷെ ഇവിടെ പൗലോസ് ഉയർപ്പിന്റെ കാര്യം പറയുമ്പോൾ ഉടനെ അവര് കല്ലെറിയും. സദ്ദുക്കായരാണെങ്കിൽ അതാണ് പൗലോസിനെ ഒരുപാട് പ്രാവശ്യം കല്ലെറിഞ്ഞിട്ടുണ്ട്. ഉയർപ്പിന്റെ കാര്യം പറയുമ്പോഴേക്കും, യേശു ഉയർത്തെഴുന്നേറ്റ് പറയുമ്പോഴേക്കും അവർ കല്ലെറിയാത്ര. അപ്പൊ അന്നത്തെ വലിയൊരു കോൺട്രവേഴ്സി ആയിരുന്നു ഉയർപ്പിലുള്ള വിശ്വാസം. ഈ പഴയ നിയമ കാലഘട്ടത്തിലും അല്ലെങ്കിൽ യേശുവിൻ്റെ കാലഘട്ടത്തിൽ തന്നെ നമുക്കറിയാം, ചിലർ വന്ന് യേശുവിനോട് ക്വസ്റ്റ്യൻ ചെയ്യണത്. ഒരു സ്ത്രീക്ക് 7 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അറിയാലോ, അവര് അവസാനം ആരുടെ ഭാര്യയായിരിക്കും എന്നൊക്കെ ചോദിച്ചോണ്ട് യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് ആ വചനം? വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തി. എന്താ ദൈവത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഈ ഉത്ഥാനം എന്ന് പറയുന്നതാണ് ദൈവത്തിന്റെ ശക്തി. ആ ദൈവത്തിന്റെ ശക്തി എന്തെന്ന് അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾ നിങ്ങളുടെ തന്നെ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ശക്തി കൊണ്ട് പാപത്തെ ശുദ്ധീകരിക്കാമെന്ന് വിചാരിച്ച് നിങ്ങൾ ജീവിക്കണം. എന്നാൽ വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്, നിങ്ങൾ പാപത്തിൽ തന്നെ കിടക്കുന്നത്. അപ്പോൾ ഇനി കാറ്റഗിസത്തിൽ 100